ആശുദ്ധി. ആഗ്നസ് ചിഞ്ചില, BSc കെമിസ്ട്രി. ഒരു കഥ പറയാം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണനെ വധിച്ചു. ബ്രാഹ്മണഹത്യ പുരാതന ധർമ്മത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. ബ്രാഹ്മണഹത്യ ചെയ്തതിനാൽ തന്നെ ഇന്ദ്രന് വലിയ കുറ്റബോധം തോന്നി. ഈ പാപഭാരം കുറയ്ക്കാൻ വേണ്ടി ഭൂമി, മരങ്ങൾ, ജലം, സ്ത്രീകൾ എന്നീ 4 ഘടകങ്ങളിൽ ഓരോന്നും ഇന്ദ്രൻ്റെ പാപത്തിൻ്റെ 4/1 പങ്ക് ഏറ്റെടുത്തു. സ്ത്രീകൾ ഏറ്റെടുത്ത ഇന്ദ്രൻ്റെ പാപം മൂലം അവർക്ക് മാസത്തിലൊരിക്കൽ രക്തസ്രാവം, അതായത് ആർത്തവം അനുഭവപ്പെടുന്നു. ഈ കഥ നാം എല്ലാം ഓർക്കാതായിട്ടും കാലചക്രം തിരിഞ്ഞ് കാലാന്തരങ്ങൾ കടന്ന് ഈ 2025 എത്തി നിൽക്കുമ്പോഴും ആർത്തവം അശുദ്ധിയാണെന്ന ചിന്ത മാത്രം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അക്കാരണത്താൽ ആർത്തവത്തിൻ്റെ പേരിൽ പല മാറ്റി നിർത്തപ്പെടലുകളും ജനം അനുഷ്ഠിച്ചു പോരുന്നു. എന്താണ് ഝോമ്പടി? ആർത്തവം കാരണമായ നിരോധനത്തിൻ്റെ ഒരു രൂപമാണത്. ഇത് സ്ത്രീകളെയും പെൺകുട്ടികളെയും ആർത്തവ സമയത്ത് സാധാരണ കുടുംബ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്ത്രീകളെ വീട്ടിൽ നിന്നും മാറ്റി നിർത്തുകയും ഒരു കന്നുകാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ ആർത്തവക്കുടിൽ എന്നറിയപ്പെടുന്ന താൽക്കാലിക സ്ഥലത്ത് താമസിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഇവ പലപ്പോഴും വൃത്തിഹീനവും വായുസഞ്ചാരമില്ലാത്തതുമായ കുടിലുകളായിരിക്കും. ആചാരത്തിൻ്റെയും അശുദ്ധിയുടെയും പേരിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഇത്തരം ചോമ്പടികൾക്കുള്ളിൽ നടക്കുന്ന മരണങ്ങളെപ്പറ്റി നാം അറിഞ്ഞിരിക്കണം. 19 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആർത്തവക്കുടലിനകത്തു വെച്ച് പാമ്പുകടിയേറ്റു മരണപ്പെടുകയുണ്ടായി. കൊടും തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി തീ കായുന്നതിനിടെ അതിൻ്റെ പുക ശ്വസിച്ച് മരണപ്പെടുകയും ചെയ്തു. ഈ 2 മരണങ്ങൾ മാത്രമല്ല, കണക്കിൽപ്പെടാത്തതായ മരണങ്ങളും നടക്കുന്നുണ്ടാവാം. ഇതങ്ങ് നേപ്പാളിലും ഇന്ത്യയിൽ തന്നെ വികസനവും സാക്ഷരതയുമൊക്കെ എത്തിപ്പെടാത്ത മറ്റു സ്ഥലങ്ങളിലുമല്ലേ എന്ന ചോദ്യം വേണ്ട. 100% സാക്ഷരത കൈവരിച്ച നമ്മുടെ കേരളത്തിലും ഇപ്പോഴും സ്ത്രീകൾ ആർത്തവ സമയത്ത് ഒരു പ്രത്യേക മുറിയിൽ അടച്ചിരിക്കണമെന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ആർത്തവ കുടിലുകളോടൊപ്പം എത്തിയില്ലെങ്കിലും അതിനോട് സാമ്യമുള്ള ചില ചിട്ടവട്ടങ്ങൾ കേരള സമൂഹത്തിൽ ഇന്നും നിലനിന്നു പോരുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പ്രേതപ്പടവും ലാഗപടവും ആയി മാറിയത് ഇവിടെ തന്നെയാണല്ലോ. പെൺകുട്ടികൾ ആർത്തവ സമയത്ത് അമ്പലങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും കയറരുത്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്പർശിക്കുക പോലും അരുത് തുടങ്ങി നിയമാവലി ഇങ്ങനെ നീളുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവം ശുദ്ധിയുള്ളതിനെ മാത്രമേ സ്വീകരിക്കൂ എന്നാണ് മറുപടി. ശാഠ്യം പിടിക്കലുകൾ കൂടുതലായി കണ്ടുവന്നിരുന്നത് പ്രത്യേകിച്ചും കൂട്ടുകുടുംബങ്ങളിലായിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ സാമൂഹ്യ സ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ ഇത്തരം കർശന വിലക്കുകളെ ഒരു പരിധിവരെ നീക്കാൻ ഉപകരിച്ചുവെന്ന് പറയാം. അണുകുടുംബത്തിൽ സ്ത്രീ 5-6 ദിവസം വീട്ടകത്തൊതുങ്ങിയാൽ ആ കുടുംബം പ്രതിസന്ധിയിലാകുമെന്നത് ഉറപ്പാണ്. സാമ്പത്തികമായും സാമൂഹികമായും സ്ത്രീജനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ആർത്തവ കുരുക്കുകളിൽ നിന്നവരെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി. എങ്കിലും ഇന്നും ആർത്തവം ഒരു തീണ്ടൽ തന്നെയാണ്. അത് പ്രകടിപ്പിക്കപ്പെടുന്നത് കറിവേപ്പിലയും തുളസിയിലയും തുടങ്ങി കടുകിലും അച്ചാറിലും ചെടിച്ചട്ടിയിലും വരെയാണ്. അനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഇന്നും അടിച്ചേൽപ്പിക്കലുകൾ തുടരുന്നു. ഇങ്ങനെ വെള്ളമെടുക്കാതെയും അടുക്കളയിലോ പൂജാമുറിയിലോ കയറാതെയും ഇരിക്കവേ സ്വസ്ഥമായി 2 അക്ഷരം പഠിക്കാമെന്ന് വെച്ചാൽ ഈ സമയം രാവിലെ എണീറ്റ് കുളിക്കാതെ പുസ്തകം തൊടാനോ തുറക്കാനോ പാടില്ല. ഇനി തളരുമ്പോൾ ഒന്ന് ചുരുണ്ടുകൂടാമെന്ന് വെച്ചാലോ? മെത്തയും തലയിണയും നിഷിദ്ധമാണ്, പരുക്കൻ തറ തന്നെ ശരണം. ആർത്തവ സമയം സ്ത്രീ ശരീരത്തിൽ അനവധി മാറ്റങ്ങളും മാനസിക പിരിമുറുക്കവും നടക്കുന്ന കാലമാണ്. മാറ്റി നിർത്തലുകളല്ല, മറിച്ച് വിശ്രമവും കരുതലുമാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുക. ഇത് തികച്ചും ഒരു ജൈവിക പ്രതിഭാസമാണ്. ആർത്തവ സമയത്തെ ശാസ്ത്രീയമായി വിലയിരുത്തുകയും ആർത്തവാവധി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്യുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇന്ദ്രൻ്റെ പാപഭാരത്തിൻ്റെ ഒരു പങ്കുപേറി രക്തസ്രാവം ഏറ്റുവാങ്ങിയ പെണ്ണുങ്ങൾ ഇന്ന് ആ ചോരച്ചാലിലും മാരത്തോൺ ഉൾപ്പെടെ ഓടിയെത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ആഘോഷിച്ചതാണ്. ആർത്തവ ആക്ടിവിസം എന്ന് വിളിച്ചതാണ്. ഇനിയെങ്കിലും ആ ചോര അശുദ്ധിയല്ലെന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക. അല്ല, എന്താതിപ്പോൾ ആർത്തവത്തിന് ഇത്ര അശുദ്ധി? ശരീരത്തിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണത്, ഒരു ജൈവ പ്രക്രിയ.